ഹായ് മക്കളെ, അമീൻ സാറാണ്. ഫൈസൽ സാറാണ്. തീർച്ചയായിട്ടും എക്സാം ഒക്കെ കഴിഞ്ഞ് അടിപൊളിയായിട്ട് ഓണത്തിനൊരു മൂഡിൽ ഇരിക്കുകയായിരിക്കും. ഒരു എല്ലാ തിരക്കുകളൊക്കെ കഴിഞ്ഞു ഭയങ്കര സ്ട്രെസ് ആയിട്ടാണ് കുറെ മൊമെന്റ്സുകളൊക്കെ കഴിഞ്ഞിട്ട് ഇനി സമാധാനത്തിന് കുറച്ച് സമയമാണ്. മക്കളെ, ഞാനൊരു കാര്യം പറഞ്ഞുതരാം. മക്കളെ, ഇപ്പൊ കുറെ നിങ്ങൾ സ്ട്രഗിൾ എടുത്ത് സ്ട്രെസ് ഒക്കെ എടുത്തിട്ടുണ്ടാവും. 2 ദിവസമൊക്കെ നിങ്ങൾ റെസ്റ്റ് എടുക്കുക, എന്നിട്ട് ഇനി എന്ത് ചെയ്താൽ മതി, പഠന കാര്യങ്ങളിലേക്ക് മതി. സോ ഓണൊക്കെ അടിപൊളിയാക്കുക. ഒരു അഡ്വാൻസ് എന്ത് ചെയ്യാ, ഹാപ്പി ഓണമൊക്കെ ഇപ്പോഴേ നമ്മൾ പറയാണ്. സോ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും, തമ്മിൽ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് ഈ വർഷത്തെ എക്സാം ടഫ് ആണോ അല്ലെങ്കിൽ ടഫ് ആണോ സിമ്പിൾ ആണോ. ചില എക്സാം ടഫ് ആണ്, ചിലത് സിമ്പിൾ ആണെന്നൊക്കെ പറയും. ഒരുപാട് ഭാഗത്തുനിന്ന് ഒരുപാട് ഡൗട്ടുകൾ വരുന്നുണ്ട്. കാരണം ഒരുപാട് ആളുകൾ പറഞ്ഞ് ഒരുപാട് വീഡിയോകളിലൊക്കെ നമ്മൾ കാണുന്നുണ്ട് പരീക്ഷ ഭയങ്കര ടഫ് ആയിരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ സോഷ്യൽ സയൻസിന്റെ കാര്യത്തിൽ തന്നെ പറയുന്നത് ഭയങ്കര ടഫ് ആയിരുന്നു. അപ്പൊ മക്കളെ, നമ്മൾ ഇനിയുള്ള ടഫിന്റെ കാര്യം നമ്മൾ ആലോചിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം, ഇനി വരാൻ പോകുന്ന ക്രിസ്മസ് എക്സാമിന്റെ കാര്യം മക്കൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അഥവാ ഈ ഓൺ എക്സാമിന് എങ്ങനെയായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇതുവരെ ഏകദേശം എനിക്ക് തോന്നുന്നു ഫൈസൽ സാർ എത്ര കൊല്ലം ക്ലാസ് എടുക്കാൻ തുടങ്ങിയിട്ട്? ഞാൻ ഏകദേശം 10 കൊല്ലം കഴിഞ്ഞു. 10 കൊല്ലം. ഞാൻ ഏകദേശം 5 കൊല്ലം അല്ലെ 6 കൊല്ലമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ 10th ക്ലാസ്സിൽ ക്ലാസ് എടുക്കുന്നുണ്ട്. പക്ഷെ ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഏറ്റവും ഞങ്ങൾ ഇഷ്ടപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് ഈ വർഷം വന്നത്. 100% അത് ഞാൻ സത്യം പറയും. കാരണം വെച്ചാൽ ഇത്രയും വർഷമായിട്ടുണ്ടായത് ക്വസ്റ്റ്യൻ പേപ്പറിനെ നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഈ വർഷത്തെ ടഫ് തന്നെയാണ്. പക്ഷേ അവിടെ ഒരു കാര്യമുണ്ട്, ഈ ടഫ് ആയിരുന്നു എന്ന് കരുതിയിട്ട് നിങ്ങൾ പഠിച്ചില്ല എന്നത് തന്നെയാണ് നിങ്ങളുടെ മാർക്ക് കുറയുന്നുവെങ്കിൽ അതിന്റെ ഫസ്റ്റ് റീസൺ എന്ന് പറയുന്നത്. കാരണം ഇത്രയും ടഫായിട്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തരുന്നതിന് മുൻപേ ഇതിലും ടഫായ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് മോഡൽ തന്നിട്ടുണ്ട്, SCERT ക്വസ്റ്റ്യൻസ്. മക്കളെ, നിങ്ങൾ മനസ്സിലാക്കി വെക്കാം, കഴിഞ്ഞ വർഷത്തോളം എന്ത് ചെയ്തു, നമ്മളെ ബുക്ക് മാറി. അഥവാ 10 കൊല്ലത്തേക്കോ അല്ലെങ്കിൽ 5 കൊല്ലത്തേക്കാണ് ഒരു ബുക്ക് മാറിയെങ്കിൽ തോന്നുന്നു. 5-6 വർഷത്തിനുള്ളിലേക്ക് മാറാറില്ല. കഴിഞ്ഞ വർഷം 8 വർഷം എടുത്തിട്ടുണ്ട് ബുക്ക് മാറാൻ. കൊറോണ ഒക്കെ വന്നിട്ട് മാറിയിട്ടില്ല. പക്ഷേ ഈ വർഷം എന്ത് ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിൽ സിലബസ് കൂടിയിട്ടുണ്ട്. ഞങ്ങൾ നേരത്തെ പറയാറുണ്ട്, നമ്മൾ ഇപ്പോഴത്തെ CBSE ലെവലിനേക്കാൾ അടിപൊളിയാണ് നമ്മളുടെ ഇപ്പോഴത്തെ സ്റ്റേറ്റ് ലെവൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. പക്ഷേ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അതേ സമയത്ത് കൃത്യമായിട്ട് എൻ്റെ മക്കളോട് പറഞ്ഞിട്ടുണ്ട്, മക്കളെ നല്ല രീതിയിൽ ഇപ്പോഴേ പഠിച്ചു പോകണം, ഈ രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻ വരിക, നിങ്ങൾ ആശയങ്ങൾ എടുത്ത് എഴുതണം എന്ന് എൻ്റെ മക്കളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ നിങ്ങളോട് സൂചിപ്പിച്ച ഒരു കാര്യം ആദ്യമേ ഉണ്ടായിരുന്ന ഒരു സാധനമായിരുന്നു. മക്കളെ ഒരിക്കലും പരീക്ഷയുടെ തലേ ദിവസം മാത്രം വന്ന് നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ബൈഹാർട്ട് ചെയ്യുന്ന മക്കളാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ട് എക്സാം എഴുതാൻ പറ്റില്ല. പകരം നിങ്ങൾ കോണ്ടന്റിനെ പഠിക്കണം, സബ്ജക്റ്റിനെ പഠിക്കണം. ഇങ്ങനെ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങളുടെ എക്സാമിനേഷൻ ഈസി ആയിരിക്കുന്നില്ല. മക്കൾ എന്നെ ഒന്ന് ആലോചിക്കുക, നിങ്ങൾ SCERT ക്വസ്റ്റ്യൻ പേപ്പർ കണ്ട ആളുകളല്ലേ? ഈ SCERT ക്വസ്റ്റ്യൻ പേപ്പർ എന്നെ അപേക്ഷിച്ചിട്ട് ഈ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എന്തായിരുന്നു? ഭയങ്കര സിമ്പിൾ ആയിരുന്നു പറയാൻ പറ്റും. അപ്പൊ മക്കളെ, ഇനി പറയാനുള്ളത് ഇനിയിപ്പം കഴിഞ്ഞു, അത് കഴിഞ്ഞു. പക്ഷെ ഇനി ചിന്തിക്കേണ്ട കാര്യം, നിങ്ങൾ ഏകദേശം ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ 6 മാസത്തോളാണ് ഈ 2.5 ചാപ്റ്റർ സോഷ്യൽ നമ്പർ 6 ചാപ്റ്റർ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞത്. ഇനി ചിന്തിക്കേണ്ടത് നമ്മുടെ ക്രിസ്മസ് എക്സാം ആണ്. അഥവാ ക്രിസ്മസ് എക്സാം എന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ്സിലെ മക്കളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ജനുവരിയിൽ IT മോഡൽ തുടങ്ങും, ഫെബ്രുവരിയിൽ മോഡൽ എക്സാം തുടങ്ങും. എല്ലാം മുമ്പായി കാണുന്നത് അവർക്ക് എന്ത് ആർട്സ് വരും, സ്പോർട്സ് വരും, പ്രോഗ്രാംസുകൾ വരുന്ന സമയമാണ്, കലാമേളകൾ എല്ലാം ജില്ല, സബ് ജില്ല, സ്റ്റേറ്റ് അടക്കം വരുന്ന സമയമാണ്. തീർച്ചയായിട്ടും മക്കളെ, അതുകൊണ്ട് ഞങ്ങൾ കൃത്യമായിട്ട് ഇപ്പൊ തന്നെ ഒരു വീഡിയോ ആയിട്ട് വന്നത്. പണ്ടത്തെ എക്സാം ടഫ് ആവട്ടെ അല്ലെങ്കിൽ സിമ്പിൾ ആവട്ടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ നോക്കുന്ന സമയത്ത് നല്ല ക്വസ്റ്റ്യൻസ് ആയിരുന്നു. മക്കൾക്ക് എഴുതാൻ പറ്റാത്തൊരു വിഷമം ഉണ്ടെങ്കിൽ മക്കൾ അത് വിഷമിച്ചിരിക്കല്ല ഇനി വേണ്ടത്. അടുത്ത എക്സാം ഇപ്പൊ നിങ്ങൾക്ക് 6 മാസം കൊണ്ട് നിങ്ങൾ ആകെ 2.5 ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇനി വരാൻ പോകുന്നത് വെറും 2.5 മാസം കൊണ്ട് 4 ചാപ്റ്റേഴ്സ് ആണ്. നിങ്ങൾക്ക് ബാക്കിയുള്ള 40 മാർക്ക് സബ്ജക്റ്റുകളും 9 ചാപ്റ്റർ ആണ് സോഷ്യലും പഠിക്കാനുള്ളത്. നിങ്ങൾ മനസ്സിലാക്കാട്ടോ, ഈ സമയത്ത് തന്നെ നിങ്ങൾ സ്കൂൾ ആർട്സും സ്പോർട്സും എല്ലാം വരാൻ വേണ്ടി പോവാണ്. എന്തായിരിക്കും നിങ്ങൾ ചെയ്യുക? എൻ്റെ മക്കളെ, ക്രിസ്മസ് എക്സാം അത് ഇനി കഴിഞ്ഞു. ഇനി നമ്മൾ അങ്ങോട്ടേക്കുള്ള കാര്യം കൃത്യമായിട്ട് ചിന്തിക്കാന്നുള്ളതാണ്. ആലോചിക്കുക, നമ്മുടെ ഓണം എക്സാമിനേഷന് വേണ്ടി നമ്മൾ ഫസ്റ്റിലെ ചാപ്റ്റേഴ്സുകളൊക്കെ നമ്മൾ പഠിച്ചിരുന്നത് 10ാം ക്ലാസ്സിലേക്ക് നമ്മൾ കയറി ആ ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് ഭയങ്കര അടിപൊളിയായിട്ടൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ഫസ്റ്റ് ചാപ്റ്ററും സെക്കൻഡ് ചാപ്റ്ററും നമ്മൾ സെറ്റ് ആക്കിയിട്ട് പഠിച്ചിട്ടുണ്ടാവും. ഓൺ എക്സാമിന് മാർക്ക് ഉണ്ടാവും കേട്ടോ മക്കൾ, നിങ്ങൾ പേടിക്കണ്ട. നിങ്ങൾ മാർക്ക് ഇട്ട് തരും നിങ്ങൾക്ക്. അത് സ്കൂളുകളിൽ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഒരു മാർക്ക് ഇട്ട് അടിപൊളിയാക്കി തരും. പക്ഷേ അതല്ല ഇനി വരാൻ പോകുന്ന ക്രിസ്മസ് എക്സാം. അതുകൊണ്ടാണ് ഞങ്ങൾ നേരത്തെ മുന്നിൽ വന്ന് നിങ്ങൾ പറയുന്നത്, മക്കളെ നന്നായിട്ട് പഠിക്കുക, കൃത്യമായിട്ട് എന്ത് ചെയ്തു, ഇപ്പൊ നിങ്ങൾക്ക് ഒരു ബോധ്യം കിട്ടി, ആ ബോധ്യത്തിൽ കൃത്യമായിട്ട് മാറാം. അല്ലാതെ ഇപ്പൊ ഞാൻ ഒരു പക്ഷേ ഞാൻ പറഞ്ഞു, ഞാൻ കഴിഞ്ഞ വർഷം അനുഭവിച്ച സാധനം, ഓൺ എക്സാം കഴിഞ്ഞാൽ SLC കഴിഞ്ഞ മൂടാണ് പലവർക്കും ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ മക്കളെ, നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ മുന്നോട്ട് പോവാ. ഞാൻ ഒറ്റ കാര്യം, നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കാൻ പറ്റില്ലെങ്കിൽ ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു ബാച്ചാണ് അസ്ട്ര ബാച്ച് എന്ന് പറഞ്ഞെങ്കിൽ 3.0 തുടങ്ങാൻ വേണ്ടി പോവാണ്. മക്കളെ, ഇത്രത്തോളം കാര്യങ്ങൾ ഇനി നമ്മൾക്ക് മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങളെ കൂടെ ഒരാൾ വേണം.
ഒരു മെൻഡറായിട്ട് ഒരാളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. അതിൽ ഞങ്ങൾ കൃത്യമായിട്ട് ഒരു ക്ലാസ് തന്നെ നിങ്ങൾക്ക് ഒരു ചാപ്റ്റർ, ഇപ്പോൾ നിങ്ങൾക്ക് മാരത്തോൺ 1 മണിക്കൂറേക്ക് ഒരു ചാപ്റ്റർ കിട്ടാം, ആ സമയത്ത് നിങ്ങൾക്ക് ഒരു 8 മണിക്കൂർ അല്ലെങ്കിൽ 9 മണിക്കൂർ ഒരു ചാപ്റ്റർ മാത്രം ഞങ്ങൾ എടുത്ത് പഠിപ്പിച്ചു തരുന്നതാണ് അസ്ത്ര ബാച്ചിൽ. മാത്രമല്ല ഇൻസ്റ്റാലേൺ ഈ വർഷമൊക്കെ ഒരുപാട് മക്കൾ പറഞ്ഞു നിങ്ങൾ ആലോചിച്ച് ഫസ്റ്റ് ചെയ്തപ്പോൾ നോട്ടൊക്കെ ഉണ്ടായി, ഇപ്പൊ നോട്ട് ഉണ്ടോ? ഇല്ല. ആ നോട്ടുകളൊക്കെ കൃത്യമായിട്ട് നൽകുന്നതാണ് നമ്മൾ ഇൻസ്റ്റാലേൺ. സോ ഒരു കാര്യം, ഓണം പോയി, ക്രിസ്മസ് അമ്മ പിടിക്കണം. ഒരു കാര്യം കൂടെ ഞാൻ വീണ്ടും പറയാണ്, ഓണം പോലെ ആവില്ല ക്രിസ്മസ് പരീക്ഷ എന്ന് പറയുന്നത്. ഭയങ്കര ടഫായിട്ടുള്ള പരീക്ഷ ആയിരിക്കും. പിന്നെ നിങ്ങൾ തന്നെ ഇവിടെ മനസ്സിലാക്കി വെക്കേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട് മക്കളെ, ഈ ഒരു പാറ്റേണിൽ പഠിച്ചാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. പരീക്ഷയുടെ തലേ ദിവസം മാത്രത്തെ മാരത്തോണിനെ ഡിപ്പെൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു മോർണിംഗ് ബൂസ്റ്ററിനെ ഡിപ്പെൻഡ് ചെയ്യുകയോ മാത്രം ചെയ്താൽ കിട്ടില്ല. പകരം നിങ്ങൾ എന്ത് ചെയ്യണം, ഓരോ സബ്ജക്റ്റിനെയും അറിഞ്ഞിട്ട് പഠിക്കണം. ഞങ്ങളിപ്പോൾ പറഞ്ഞ സോഷ്യലിന്റെ കാര്യം മാത്രമാണ്, ബാക്കി എല്ലാ സബ്ജക്റ്റിന്റെ കാര്യത്തിൽ ഇത് തന്നെയാണ് വരുന്നത്. എന്ന് വെച്ചാൽ കോണ്ടന്റ് ഉള്ള സബ്ജക്റ്റുള്ള കുട്ടികളെയാണ് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ആവശ്യമുള്ളത്. ആ ഒരു പാറ്റേണുകളിലേക്കാണ് നമ്മുടെ പരീക്ഷ പേപ്പറുകളെല്ലാം മാറിയിട്ടുള്ളത്. സോ പഠിച്ചോ മക്കളെ. മാരത്തോൺ അടിപൊളിയാണ്. എല്ലാം പഠിച്ചു വന്നവന് ഏറ്റവും ബെസ്റ്റ് ആണ്. എല്ലാം പഠിച്ചു വന്നവനും പുതിയ ക്വസ്റ്റ്യൻസും അത് എങ്ങനെയാണ് ലാസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്യുന്നതും അടിപൊളിയായിട്ട് നമുക്ക് മാറ്റാൻ പറ്റുന്നതാണ്. സോ മക്കളെ, എനിക്ക് ഒറ്റ കാര്യമുള്ളൂ, നന്നായിട്ട് പഠിക്കുക, മുന്നോട്ട് പോവുക. അവസാനത്തെ നിമിഷമാണ്, കുറച്ച് ദിവസം കൂടിയേ ഉള്ളൂ. ക്രിസ്മസ് എക്സാം കഴിഞ്ഞാൽ വെറും 2 മാസം കൂടി കഴിഞ്ഞാൽ നിങ്ങളെ പബ്ലിക് എക്സാം ആണ്. എല്ലാവരും ഇത് ഓഗസ്റ്റ് കഴിഞ്ഞു, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബറിലാണ് എക്സാമിനേഷൻ. ഏത് നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിനേഷൻ വരുന്നത്. ഇതിനിടയിൽ ആർട്സിന് എത്ര ദിവസം നിങ്ങളുടെ സ്കൂളിൽ പോകുന്നാലും ചോദിക്കേ, സ്പോർട്സിന് എത്ര ദിവസം പോകുന്നാലും ചോദിക്കേ, ശാസ്ത്രമേളക്ക് എത്ര ദിവസം പോകുന്നാലും ചോദിക്കേ. നിങ്ങളെല്ലാവരും 10ാം ക്ലാസ്സുകാരാണ്. ആ സ്കൂളിലെ ഏറ്റവും അവസാനത്തെ വർഷം എന്ന നിലയിൽ അതിലേക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകും. അതിന്റെ മൊമെന്റ്സുകൾ, വൈബിന് വേണ്ടിയിട്ട് നമ്മൾ പോകും. അതിനിടയിലൊക്കെ നമ്മുടെ അക്കാദമിക്സാ പോകുക, ഒരുപാട് ക്ലാസ്സുകളൊക്കെ പോകും. അപ്പൊ അതുകൊണ്ട് ചെയ്യണം, പഠിക്കാൻ സമയം വേണം നമ്മുടെ മുമ്പിൽ. എല്ലാം വേണം, എല്ലാം അടിപൊളിയാവട്ടെ, നല്ല മാർക്ക് ഇട്ടിട്ട് വെൽക്കം ടു അസ്ട്ര ഫാമിലി.